യോഗവാടി പിന്നെ മാത്രം വിവീന വിവീന വിവീന. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എലിക്കുട്ടിയമ്മേടാ പറഞ്ഞേ, രാവിലെ 6 മണിക്ക് തുടങ്ങണ പ്രാർത്ഥനയല്ലേ, സമയം എത്രയായി? നിർത്താനാ പറഞ്ഞത്. തൊണ്ടയൊക്കെ വേദനയും ശ്വാസം മുട്ടും. ആ ഇപ്പൊ ഒന്ന് പതുക്കെ അസുഖമൊക്കെ ഒന്ന് മാറിയതല്ലേ ഉള്ളൂ. ശ്വാസം മുട്ടൂന്ന് എലിക്കുട്ടിയമ്മയ്ക്ക്. എനിക്കല്ല, എനിക്ക് ശ്വാസം മുട്ടിക്കോട്ടെ. മുട്ടിക്കോട്ടെ. അപ്പൊ ഞങ്ങള് വേണ്ടേ കഷ്ടപ്പെടാൻ? ഞങ്ങള് വേണ്ടേ കഷ്ടപ്പെടാൻ? ആ അല്ലേ, എന്തെങ്കിലും സമ്മതിച്ചു തരും. എല്ലാവർക്കും അറിയാം സമ്മതിച്ചൊന്നും തരത്തില്ലെന്ന്. ആ ഞങ്ങളൊന്നും കഷ്ടപ്പെടുന്നില്ല, ഞങ്ങള് വെറുതെ നോക്കി നിൽക്കുക കാഴ്ചക്കാരായിട്ട്. ആ ഉവ്വ കണ്ടല്ലോ, ആ ഈശോയുണ്ട് എല്ലാ കാര്യത്തിനും തീരുമാനം. ഇവിടെ കിടന്ന് അയ്യോ ഒട്ടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ അവസാനം നോക്കണം വലിക്കണം. ഞങ്ങളല്ലേ കേക്കുന്നത്. എന്താ എലിക്കുട്ടിയമ്മേ? ആ കണ്ട എന്നോട് ഇടയുന്ന കണ്ട എലിക്കുട്ടിയമ്മ. ആ കണ്ടോ, ഈ കുറ്റ മൊത്തം ഉള്ള കാര്യം പറയുന്നത് മൊത്തം കുറ്റം. ഉള്ള കാര്യമില്ല, ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ വൈകിട്ട് ഉറങ്ങിയതുണ്ടല്ലേ? വൈകിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നോ? വൈകിട്ട് പ്രാർത്ഥനയൊന്നും 2 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയി. അത് എന്നോട് ഭയങ്കര ഉടക്കായിരുന്നു. മൂത്രം ഒഴിക്കാൻ എനിക്ക് മൂത്രം ഇല്ലെന്ന്. എനിക്ക് മൂത്രം ഒഴിക്കണ കാര്യം അറിയത്തില്ലേ? ആ പിന്നെ എന്നെ നിങ്ങൾ വിളിച്ചോണ്ട് പോകുന്നേ? മൂത്രം ഉണ്ടെങ്കിൽ വേണ്ട ഒഴിക്കാൻ. പ്രാർത്ഥന നേരത്തെ നമുക്ക് വല്ലതും കഴിക്കാം. ആ ഇത് വട്ടാ നീ വന്നേ വല്ല പല്ലൊക്കെ തേച്ച് വല്ല കഴിക്കാൻ നോക്ക്. തേനായി പറഞ്ഞാലേ അമ്മ വെറുതെ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ നമുക്ക് വല്ല കഴിക്കാന്ന്, വല്ലതും കഴിക്കാന്ന് ഭക്ഷണേ. ആലിക്കുട്ടിയമ്മ കഴിക്കണ്ടേ? അമ്മ കഴിക്കുന്നില്ലേ? ഈ പ്രാർത്ഥന കഴിച്ചില്ലേ? എലർജിയില്ലേ തീർന്നില്ലേ? എനിക്ക് കഴിക്കാൻ ഇപ്പൊന്നും വേണ്ട. ഇതിലാവോട്ടാവുകയാണോ? ഉപവാസത്തിലാണോ? നോയമ്പൊക്കെ നോയമ്പ് പിടിച്ചില്ല. നോയമ്പേ ഉപവാസം എടുക്കാൻ പോകണോ? ബോസ് എടുത്ത് കഴിഞ്ഞാൽ തല ഇറങ്ങി ഇവിടെ വീഴും. പിന്നെ എന്ത് ചെയ്യും? അവിടെ കിടക്കും. എന്നാലും പറയും എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ലെന്ന്. എന്താ എണീറ്റ് വാ, നമുക്ക് പല്ലൊക്കെ തേക്കാം. പല്ലൊക്കെ തേച്ച് വല്ലതൊക്കെ കഴിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിലുണ്ടേ, ബാക്കി പ്രാർത്ഥന കൂടെ ചെല്ലണ്ടേ? ആ അതിനു വേണ്ടിയാ. വിവാഹം കഴിഞ്ഞ ദിവസം നവമൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കിയായിരുന്നു അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? നഖം വെട്ടും, നഖം വളർന്ന നഖം വെട്ടും. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ മേല് വെട്ടിയല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? ആ അവന് ചെയ്യലെന്ന്, അവനെ ഒന്നും ചെയ്യലെന്ന് പറയുക. ഇത് അവനൊന്നും ചെയ്യലെന്ന്, വിവാനേ നീ ഒന്നും ചെയ്തു തരികയല്ലെന്ന്. കുട്ടിയമ്മ വഴക്കുണ്ടാക്കുവാണോ? ഇവലൊക്കെ കഴിക്കാന്ന്. നേരെ ഇത്ര ആയില്ലേ? സമയം ഇത്ര ആയില്ലേ? ആ അയ്യോ ആരും പിടിച്ചിട്ടൊന്നുമില്ല. എലിക്കുട്ടിയമ്മ കഴിക്കണ്ടേ? എലിക്കുട്ടിയമ്മ കഴിക്കണ്ടേ? എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കഴിക്കാം, അല്ലേ വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റിയില്ല. ആവശ്യമുള്ളപ്പോൾ വിശക്കണ്ടേ? കൃത്യമായിട്ട് കഴിക്കാമെന്നൊന്നുമില്ല. ആ കൃത്യമായിട്ടൊക്കെ കഴിക്കണം, മരുന്നൊക്കെ കഴിക്കാനുള്ള. ആ കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ഓടിക്കില്ലേ, വഴക്കുണ്ടാക്കും. പിന്നെ ഇവിടെ കിടന്നോടി കിടക്കുന്നു പോയില്ലേ? ഇല്ലേ? എലിക്കുട്ടിയമ്മ കോപത്തിലാണെന്ന് തോന്നുന്നു രാവിലെ മുതൽ. നമ്മൾ കയറി പ്രാർത്ഥന നടത്താൻ പറഞ്ഞതുകൊണ്ട് 6 മണി 5 മണിയായപ്പോൾ ഉണ്ടാ തുടങ്ങിയതാണ്. 5 മണി 6 മണിയല്ലേ? 6 മണിയായപ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയെ 3-4 മണിക്കൂറായി. 6 മണിയായപ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയെ 3-4 മണിക്കൂറായിരുന്നു. ആ കിടന്നും ഇരുന്നൊക്കെ ഉള്ള പ്രാർത്ഥനയായിരുന്നു. ഇനി നമുക്ക് വല്ലതും കഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി നടക്കേ കുറച്ചു നേരം. വഴിയിലൊക്കെ നോക്കി ഇതൊക്കെ കണ്ടുപിടിച്ചു. അതിനകത്ത് വലുതാക്കണ്ടേ? വലുതാക്കണ്ടേ? അത് പോരെ? അയ്യോ അത്ര അതിൽ കൂടുതൽ വേണ്ട, അത് മതി വലുതാക്കാൻ. അത്രയുള്ള പല്ലേ ഉള്ളൂ. അതുപോരെ? ഇടയ്ക്ക് നേരത്തെ പറയായിരുന്നു. അത്രയും പൊടി കൊണ്ടോ? 36 വലുത് തേക്കും. ആ അത്രയും പൊടി കൊണ്ട് തേക്ക്. എന്നിട്ട് വല്ലതും കഴിക്ക് പോയി. മറന്നു പോകും. ഞാൻ തേച്ചോളാം. ആ
നിങ്ങളൊക്കെ പോയി തേക്കാനുള്ളത് തേച്ചു. ആ ഞങ്ങൾ തേക്കാനുള്ളതൊക്കെ തേച്ചു. ഞങ്ങൾ രാവിലെ ഏൽക്കുമ്പോഴേ തേക്കും. എലിക്കുട്ടിയമ്മ ഇപ്പോൾ ഏൽക്കുമ്പോഴേ തേക്കൊന്നുമില്ല. എനിക്ക് ഇവിടെ തേക്കാൻ സമയമായി വന്നോളൂ. ഉള്ളോ? ആ രാവിലെ പണിയെല്ലാം കഴിഞ്ഞില്ലായിരിക്കും അല്ലേ? രാവിലത്തെ പണിയെല്ലാം കഴിയണമായിരിക്കും. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞില്ല തേച്ചോണ്ടിരുന്നത്. എലിക്കുട്ടിയമ്മ പൊടിയും പിടിച്ചുകൊണ്ട് കയ്യിൽ അങ്ങനെ ഇരിക്കുവാണ്. പല്ല് തേക്കണ കാര്യം വിട്ടുപോകാനാണ് സാധ്യത. അത് കൈയോടെ തേപ്പിച്ചില്ലേ എനിക്കത് ശരിയാക്കില്ല. പല്ല് തേച്ചമ്മേ? എന്നാന്നേ കയ്യിലെ പൊടി ഇരിപ്പില്ലേ? എന്തെങ്കിലും ചെയ്തോളൂ. എന്നെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സൗകര്യം പോലെ. സൗകര്യം പോലെ ചെയ്താൽ മതിയോ? എപ്പോഴും ഓരോരോ സൗകര്യത്തിന് മാത്രം ചെയ്താൽ കാര്യങ്ങൾ നടക്കുമോ? മറ്റുള്ളവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേ? അല്ലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? അത് എടുത്ത് തേക്ക്. ഞാൻ പോവാ, എനിക്ക് വേറെ പരിപാടിയുണ്ട്. പല്ല് തേക്ക്. പല്ല് തേക്കാനേ തേച്ചാളെന്ന് പറഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ സമയമൊന്നുമല്ല, സമയമൊക്കെ ആയി. ഇനിയിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മറന്നു പോകും. അതാണ് പറഞ്ഞത്. ഇതിന് മാത്രം ആലോചിക്കാൻ എന്നാ ഇരിക്കുന്നത്? ഇപ്പം ഞാനങ്ങ് മാറുക. കലിപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് എലിക്കുട്ടി. ആണോ എലിക്കുട്ടിയമ്മേ? പല്ല് തേച്ചിട്ട് വാ, വല്ല കഴിക്കണ്ടേ? ഓ ബാ, ഞാൻ ഉണ്ടാക്കാൻ പോവാ. ഞാൻ ഉണ്ടാക്കുവാ, വേം വാ, വല്ലതും കഴിക്കാൻ. കിടക്കാൻ പോകണം. കഴിക്കാൻ കിടക്ക് മാത്രമേ കിടന്നു. ഞാൻ കിടന്നു ബാക്കി പണിയാ. എനിക്ക് വേണ്ടി ഇരിക്കണ്ടെന്ന് നീ പോയി കിടന്നോളാം. മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്നിരുന്ന് വെറുതെ എന്റെ ജീവിതം കളയാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഏലിക്കുട്ടിയമ്മ പ്രായമായ അമ്മയാണല്ലോ, അതിന്റെ കാര്യം ഒന്ന് ചെയ്തു കൊടുക്കണല്ലോ എന്ന് ഓർത്തത്. ഇവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പോണില്ല. അതിന് മുമ്പ് ഞാൻ ചത്തുപോയി. ഒന്നും ചെയ്യണ്ട. എനിക്കൊന്നും ചെയ്യണ്ട. എന്താ? എനിക്കൊന്നും ചെയ്യാൻ. അമ്മയ്ക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ ജീവിക്കാൻ നോക്കിയാ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുക കേട്ടോ. നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുക. നോക്കാൻ പോകണ്ട. എനിക്ക് ആവശ്യത്തിന് അറിയാം. എലിക്കുട്ടമ്മയ്ക്ക് എല്ലാ കാര്യം അറിയാം. എലിക്കുട്ടമ്മനെ നന്നാക്കാനാ. നിങ്ങളാരും നമ്മളെ നന്നാക്കാൻ പറഞ്ഞല്ലേ? നമുക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നതാ. ആ വീട്ടോട്ട് തേക്കണ പല്ല് തേക്കാതെ പോകാൻ പറ്റുമോ? പല്ല് തേച്ച് വല്ലതും കഴിക്കാതെ പോകാൻ പറ്റുമോ? വീട്ടോട്ട് പോകണേലും പല്ല് തേച്ച് വല്ലതും കഴിക്കാതെ പോകാൻ പറ്റുമോ? പല്ല് തേച്ച് വല്ലതും കഴിച്ചിട്ട് വേണ്ട വീട്ടിൽ പോകാൻ. പല്ല് തേക്കാനല്ല, പല്ല് തേച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് വേണ്ട പോകാൻ. ആ അല്ല പിന്നെ എങ്ങനെയാ പോണ? പിന്നെ ആ കഴിപ്പിൽ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് വേറെ ഡേറ്റ് നടക്കണ്ടേ? ഡേറ്റ് നടന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതിന് കഴിക്കാതെ പറ്റുമോ? അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വഴക്ക് പറയല്ലേ, ഒന്നും കഴിച്ചില്ലത്, കഴിക്കാതെ തന്നെ വന്നേന്നൊക്കെ ചോദിച്ചേ. ആ അവിടെ ജോമോളെ പോവാന്ന്. ജോമോളെ അമ്മ എങ്ങാണ്ട് പോവാന്ന്. അമ്മ എങ്ങാണ്ട് പോവാന്ന്. ആ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുക. പല്ല് തെച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഒന്നും പോകാൻ തരത്തില്ല. രാവിലെ കല്യാണത്തിന് പോവാന്ന്. പോരുന്നുണ്ടോ? ഇല്ലേ? ഞങ്ങളെല്ലാരും പോവാ. ഞാനും വിവീനായും പോവാ. പോരുന്നുണ്ടോ? പോരുന്നുണ്ടോ? എലിക്കുട്ടിയമ്മ പോരുന്നില്ലെന്ന്. എപ്പോഴാ വന്നേ? വരുന്നത് കുറെ കഴിഞ്ഞ് നാളെ വരുള്ളൂ. നാളെയാ? മതിയില്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ എലിക്കുട്ടിയമ്മ ചെയ്തോളിയല്ലേ? ആരും വേണ്ടെന്നല്ല പറഞ്ഞേ അല്ലേ? ആരും വേണ്ടെന്നല്ല പറഞ്ഞേ. അപ്പൊ എലിക്കുട്ടിയമ്മ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. പല്ല് തേക്കാൻ മേലായിരുന്നു ഒന്ന് കഴിക്കണ്ടേ? ഇവരൊക്കെ എങ്ങോട്ടൊക്കെ പോവാ. ഞാൻ ഉടനെ വരും. ഞാൻ എടുത്തിട്ട് ഉടനെ വരും. ഇവരൊക്കെ എങ്ങോട്ടൊക്കെ പോവാന്ന്. ആ അവര് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ പോവാ. കല്യാണം 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 എവിടെയാ സ്ഥലം? വില്ലൂന്നി വില്ലൂന്നി എവിടെയാ കല്യാണം? വില്ലൂന്നി വില്ലൂന്നി വില്ലൂന്നി. അതിന്റെ അടുത്തുള്ള സ്ഥലം പറ. അമ്മയ്ക്കറിയാം. മാന്നാനം മാന്നാനം മാന്നാനം. മാന്നാനം. പല്ല് തേച്ചിട്ട് വല്ലതും കഴിക്കണ്ടേ? എന്നാ കഴിക്കാൻ? എന്നാ കഴിക്കാൻ? ഒന്നും കഴിക്കണ്ടേ? ഇങ്ങനെ നടന്നാൽ മതിയോ?
അതെ, പെട്ടെന്ന് പല്ല് തേപ്പിരി, എന്നിട്ട് കഴിപ്പീര്. നിങ്ങൾക്ക് പോകണ്ടേ? ബാ പല്ല് കേക്കാം. ബാ ഇങ്ങോട്ട്. എവിടെ പല്ല് വെക്കുന്നതെന്ന് മറന്നുപോയോ? എവിടെ പല്ല് വെക്കുന്നതെന്ന് മറന്നുപോയോ? ആ അതെ, അതാ ബാത്റൂം. അവിടെ. ആ പോയി പല്ല് തേച്ചിട്ട് വാ. വേഗം പോയി പല്ല് തേച്ചിട്ട് വാ. ഞാൻ തേച്ച് ചെല്ല്. എന്താ അമ്മ സ്പെഷ്യല് പറ? പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല. ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വിവീന വന്നതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചു. ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി, ചപ്പാത്തി, ഇത് കണ്ടോ, ചീരത്തോരൻ. ചത്തേക്ക് വീട്ടിലാണോ? അല്ല, പുളിശ്ശേരി. പോരെ മതി. ഞാൻ ഉച്ചക്ക് ഇവിടെ നല്ല കഴിക്കുന്നു. മരുന്നുണ്ടെന്ന്. മരുന്ന്. ആ കഴിക്കണം. ആ വെള്ളമുണ്ട്. ഗ്യാസിന്റെ ഗുളികയാ. ഭയങ്കര ചൂടാവാണ്. ചെറു ചൂടേ ഉള്ളെന്ന് തോന്നുന്നു. ഗ്യാസിന്റെ എവിടെയാ മഴ ഇരിക്കണം? അവിടെ ഇരുന്നോ? ഇപ്പൊ ഇവിടെ ഇരുന്നോ? വീഴും. ഇല്ല. രുചിയുണ്ടോ? രുചിയുണ്ടോ? കഴിച്ചിട്ട് രുചിയുണ്ടോ? എന്താ ഉണ്ടോ? രുചി. ആണോ? പിന്നെ ചുമ്മാ പറയാ, കൊച്ചിന് ചുമ്മാ പറയാ. കൊച്ചിന് ദേ ഒരു കൊച്ചിരിക്കുന്നുണ്ട്. അതെ എന്താ ഒരു ഉടുപ്പ് ഷർട്ടൊന്നും ഉണ്ടാ ഏതാണ്ടൊക്കെ ഇട്ട്. അത് കഴിഞ്ഞാ പിന്നെ ജെഫ മിണ്ടാത്തത്? നേരത്തെ എന്ത് മിണ്ടുമായിരുന്നു? എന്നാ മന മിണ്ടാത്തത്? മൊബൈൽ കൊടുത്താൽ മിണ്ടും. ഫ്രീ ഫയർ കളിക്കാൻ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൊക്കെ പോയിട്ട് എന്നെ ഇടിക്കുന്ന പോലെയൊക്കെ കാണിക്കോടി. ഫ്രീ ഫയർ കളിക്കുമ്പോ പല്ലൊക്കെ ഇട്ട് കടിക്കുകയൊക്കെ ചെയ്യുവോ? ആ വിവാൻ ചേട്ടായി എങ്ങനെയാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ആ അതെ, ഇതാ വിവാൻ അങ്ങനെയാണ്. ഇങ്ങനെയാ, അതെ, ഇങ്ങനെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നിട്ട് കൈയിട്ടിട്ട് ഇടിക്കും. ഇതൊക്കെ ചെയ്യുമെന്നറിയോ? ഇതൊക്കെ എനിക്കറിയാം. കലിപ്പ് കയറുന്ന കലിപ്പ് അല്ലേ? തോറ്റു പോകുമ്പോ കലിപ്പ് കയറുന്ന. ആ ഇതെല്ലാവർക്കും ഉള്ളതാ അപ്പൊ അല്ലേ? പക്ഷെ ഇപ്പൊ വിവാൻ ചേട്ടായി കളിക്കത്തൊന്നും ഇല്ല കേട്ടോ. ഉറങ്ങും. ഇല്ലടി അങ്ങനെ കിടക്കുന്നു. ഇത് ഒരു ശകലം വണ്ടി പോയിട്ടുണ്ട്. വണ്ടി ചുരുക്കാണോ? അങ്ങനെയല്ല. പോട്ടോ എടുക്കാം. ഇതിന്റെ അകത്ത് മീനോ? എത്ര രൂപയ്ക്ക് കിട്ടി? എത്ര രൂപയ്ക്ക് കിട്ടി? 600 രൂപയ്ക്കാണ്. എത്ര എണ്ണം? അത് വലുതല്ല, ഞാൻ കൊണ്ടുവന്ന നെയ്യായിരുന്നല്ലേ? ആ നെയ്യാ വലുത്. ഇതിന്റെ അകത്തുണ്ട്. പിടിക്കുന്ന സമയമാണെങ്കിൽ കിട്ടിയാണ്. വേണ്ട, ഇനി നോയമ്പാ, ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് വില്ലൂന്നി പള്ളി. ഉണ്ടോ? പള്ളി വെക്കുന്ന സൈലന്റ് ആയിട്ടിരിക്കണ്ടേ? ജോമോളൊക്കെ ജോമോള് വിവീനയുടെ കല്യാണത്തിന് പോയി. ഞാൻ വരുന്നതിന് മുമ്പ് അവർ പോയിരുന്നേ. ഞാൻ തിരിച്ചു വരുമ്പോൾ എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയിലാണ്. ഇതേവരെ നിർത്തിയിട്ടില്ല. ഇപ്പൊ ഒരു മണിക്കൂർ മുകളിലായി. എലിക്കുട്ടിയമ്മ ഇതേവരെ പ്രാർത്ഥന നിർത്തിയിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന. ആരുമില്ല. ആരെങ്കിലും വന്നിട്ടുണ്ടോന്നാണ് നോക്കണേ. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന നടത്താം. അതിന് വേണ്ടിയാന്ന് തോന്നുന്നു. എലിക്കുട്ടിയമ്മ ഒരു 3-4 മണിക്കൂറാ പ്രാർത്ഥന കഴിഞ്ഞ് ഒന്ന് കടന്നിട്ട് ഏറ്റ് കുത്തിയിരിപ്പുണ്ട്. ആയിട്ട് ഇറങ്ങി നടക്കുന്നൊന്നുമില്ല. കുത്തിയിരിപ്പാണ്. പ്രാർത്ഥന ചൊല്ലിയെല്ലാം മടുത്തു അല്ലേ? പ്രാർത്ഥന ചൊല്ലിയെല്ലാം മടുത്തു. പ്രാർത്ഥന ചൊല്ലിയെല്ലാം മടുത്തല്ലേ? പ്രാർത്ഥന ചൊല്ലി മടുത്തു. ആ ചൊല്ലി മടുത്തു എലിക്കുട്ടിയമ്മ.
പ്രാർത്ഥനയല്ലോ വന്നു. ചെല്ലി മടുത്തല്ലോ ഒന്ന് ചെരുപ്പ് മാറ്റിയിട്. കാല് മാറിപ്പോയി. ഈ കാലിട്. ഇതിങ്ങോട്ട് അവിടെ പോവാം. ഇത് ഇങ്ങോട്ടിട്. ഓ, കാല് വേദനയാണ്. എവിടുന്ന് എടുത്തില്ല. പിന്നെ എടുത്തില്ല. പിന്നെ ഇതെല്ലാം അങ്ങോട്ട് ഇടുന്ന പിന്നെ ഇങ്ങനെ ഇത് വേദനയാണെന്ന് പറയാൻ പറ്റിയ. അത് ചെരുപ്പടാതെ നടന്നിട്ടാ വേദന കിടക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനിയിപ്പം റെസ്റ്റിലാണ്. ഫാനൊക്കെ ഇടാതിരിക്കുന്നത്. ഫാനൊക്കെ ഇട്ടിരിക്കാൻ മേലായിരുന്നു. ചൂടല്ലേ ഫാനൊക്കെ ഇട്ടിരിക്കാൻ മേലായിരുന്നു. ചൂടല്ലേ ഫാനൊക്കെ ഇട്ട് ഇരിക്കാൻ മേലായിരുന്നു ഒന്ന്. ഫാനേ ഫാനോടെ കിടപ്പുണ്ട്. ചൂടായിട്ട് അടിച്ചോളൂ. ഇത് രാവിലെ മുതൽ ദേഷ്യമാണല്ലോ. ഏതാ കറണ്ടാ? കറണ്ടാണോ അങ്ങട്ടെ? ഫാൻ കറങ്ങണമെങ്കിൽ അല്ലേ? ഫാൻ കറങ്ങണമെങ്കിൽ കറണ്ട് വർക്ക് ചെയ്യണം അല്ലേ? അല്ല, കറണ്ട് കാശ് മുഴുവൻ ചിലവാകും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കറണ്ടെല്ലാം ചിലവാകും. അപ്പോൾ അത് പൈസ ചിലവാണ്. എല്ലാം തുറന്നിടുവല്ലേ ഇത്? കാറ്റ് കയറട്ടെ. പകലല്ലേ? അടച്ചു കൂട്ടിയിട്ടിട്ട് കാര്യമുണ്ടോ? ഇപ്പം പിന്നെ പോയി അടയ്ക്കണ സ്വഭാവമൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെ ഇപ്പം തന്നെ പോയി അടച്ചേനെ. നെൽപ്പാളി തുറന്നിട്ടിട്ട് ഞാൻ ഒരു നല്ല കാറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ്. നല്ല ഐസ്ക്രീമാണോ? നല്ല ഐസ്ക്രീമാണോ? പറയൂ. കല്യാണത്തിന് പോയിരുന്നു, തിരിച്ചു വന്നിട്ടില്ല. അപ്പം ഞാനിവിടെ വന്നപ്പോൾ അമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ നേരെ കുടിച്ചോ? മുഴുവൻ കുടിക്കേ. ഞാനിച്ചിരി വെള്ളം അതുകൂടെ കുടിച്ചോ. ഞാനിച്ചിരി വെള്ളം കൂടെ കൊടുത്തു. ഉച്ചയ്ക്ക് ചോറുണ്ടില്ല. ചോറുണ്ട കാര്യം പറഞ്ഞപ്പം ഓരോന്നാ പറയുന്നത്. കഞ്ഞി കുടിക്കാം വാ. ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കണ്ടേ? ഉച്ചയ്ക്ക് കഴിക്കണ്ടേ? ഉച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റിയില്ല. ഈ പ്രാർത്ഥനയെല്ലാം ചില ആരോഗ്യം വേണ്ടേ? കിടന്നാൽ പോരാ. ഈ പ്രാർത്ഥനയെല്ലാം ചില ആരോഗ്യം വേണം. ആരാന്ന് മനസ്സിലായോ? ആണല്ലേ? അങ്ങനെ മനസ്സിലാക്കി എടുക്കണം എല്ലാവരെയും. അല്ലേ? ഇതാരാ ഇത് വെള്ളമൊക്കെ കൊണ്ട തന്നെ? ഇതാരാ വെള്ളമൊക്കെ കൊണ്ട തന്നെ? ഇതാരാ ഇത്? അത് എല്ലാവരും വരണം. നമുക്ക് ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടല്ലേ? മനുഷ്യരെല്ലാം വരുകയും പോവുകയും ചെയ്യുന്നതല്ലേ? പിന്നെ ആൾക്കാരെല്ലാം വരുകയും പിന്നെ പല കാര്യങ്ങൾ നടക്കാനുണ്ട്. പള്ളി തിരുനാളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ മനുഷ്യർ പോവുകയും ആഘോഷിക്കാനൊക്കെ പോയല്ലേ. അപ്പൊ സമയം എടുക്കും. അങ്ങനെ ഒത്തിരി പോകും. സമയമൊക്കെ അങ്ങനെയായി ഒത്തിരി പോയി ഇരിക്കണ കണ്ടോ? അതൊക്കെയാണല്ലേ. കഞ്ഞി കുടിച്ചോ? അവരൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിക്കാം. കാണല്ലേ? കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ച് കാണും. ആര്? അതറിയത്തില്ല. നമ്മള് അവിടെ ഇരിക്കുന്നവരുണ്ടായി കൊടുക്കും. ഏലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചോ? ഏലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചോ? ഞാൻ കുടിച്ചില്ല. ഇല്ലേ? അതിന് ഇവരാരും തന്നില്ലേ? ഇത് തന്നില്ലേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു കുടിച്ചില്ലെന്ന് പറഞ്ഞു. വേറെ ആരും വിവാൻ തന്നില്ലേ? എന്നാ നമുക്ക് ഞാൻ തരട്ടെ? ഞാൻ തരട്ടെ എന്താ? കഞ്ഞി വേണമെന്നില്ല. എന്നാ കുടിച്ച് വേണമെന്നില്ല എന്നുള്ളതിൽ വേണം. അയ്യോ, ഒരു പല്ല് മാത്രം കാണാം. എന്നാ കഞ്ഞി എടുക്കാം കേട്ടോ. കഞ്ഞി എടുക്കട്ടെ? കഞ്ഞി എടുക്കട്ടെ? കഞ്ഞി എടുക്കട്ടെ? വേണ്ട. അയ്യോ, ഇച്ചിരി കുടിച്ചോ? വേണം. ഇച്ചിരി കുടിച്ചോ? ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. വിശപ്പൊന്നുമില്ല. വിശപ്പയിലേ പോയി. വിശപ്പയിലേ പോയി. അങ്ങനെയാ. ഇച്ചിരി കുടിച്ചോ? ഞാൻ എടുക്കാം. അതൊരു സമയമുണ്ട്. ആ സമയത്ത് അത് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്താലോ? ഒരു സമയത്ത് കിട്ടുന്ന കഴിക്കുന്നതല്ലാതെ. എന്നാ ഷെയ്ക്ക് ഉണ്ടാക്കാം.
എന്നാ കപ്പിങ്ങണ്ടോ? കപ്പിങ്ങ നേര് അല്ല അതുകൂടെ കുടിച്ചോ, അതുകൂടെ കുടിച്ചോ, അതുകൂടെ കുടിച്ചോ. അങ്ങ് കൊടുക്കാനുള്ള ആ അത് കൊടുക്കാം, അതുകൂടെ കൊടുക്കാം. മക്കളെ ഇതങ്ങ് കൊണ്ടുപോക്കോ. ഇത് മേടിച്ചോണ്ട് പോടി, മേടിച്ചോ, കപ്പ് മേടിച്ചോണ്ട് വേണ്ടേ. കല്യാണമൊക്കെ കൂടിയിട്ട് അവർ വന്നേക്കുവാ. വേറെ നിറച്ച് അമ്മയുടെ വീഡിയോ കാണൂന്ന് പറഞ്ഞ് ആ ആന്റിയുടെ മക്കള് ഇടയ്ക്കൊക്കെ കാണൂന്ന് പറഞ്ഞ്. എപ്പോഴും ഒക്കെ സമയം കിട്ടിയല്ലേ, ഇടയ്ക്കൊക്കെ കാണൂന്ന് പറഞ്ഞു. ആന്റിയുടെ മക്കളോ? ആ ആന്റിയുടെ മക്കളേതാ? ആന്റി അവിടെ അവരുടെ വീട്ടിൽ പോയതാ കല്യാണത്തിന്. ആ ആ അത് ശരി. ആ അവരെവിടെയുണ്ടോ? ആ എന്നാ ഇനി ഇറങ്ങി വരുവോ? ഇനി വരുവൊന്നുമില്ല, അവര് കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നതല്ല, അങ്ങനെ വരാൻ പറ്റുമോ? ആ കുടുംബമായിട്ടാ. ആ ആ അത് ശരി. അതൊന്നും പോക്കണ്ട, അതൊക്കെ അവിടെ കിടന്നോട്ടെ. വൈകിട്ട് വാ, കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. വാ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാം. വാ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാന്ന്. ഏതാണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. എന്താ കഴിക്കണം? ജ്യൂസ് ഏതാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ജ്യൂസ് ഏതാണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഷെയ്ക്കോ ജ്യൂസോ ഏതാണ്ട്. ഈ ഇപ്പൊ എന്നാ ഉണ്ടാക്കണം? ആ അതുണ്ടാക്കുന്നുണ്ട്, അത് കഴിച്ചിട്ട് കിടക്കാം. ഇപ്പൊ ഒന്നും ഉണ്ടാക്കില്ല. ചിക്കു ഷേക്ക്. എന്നാ ഇത് കുടിച്ചേമേ, ഇത് കുടിച്ചോട്ടോ. നല്ലതാണോ? തുപ്പിക്കളയില്ല, അത് ബദാമാ. ബദാമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മക്കറിയത്തില്ല. അമ്മ ചാച്ചു ഇവരക്കളി കുടിച്ചു കഴിഞ്ഞാ? നല്ലതായിരുന്നോ? നല്ലതായിരുന്നോ? നല്ലതായിരുന്നോ ഒന്ന് എന്താ ഷെയ്ക്ക് കുടിച്ച സാധനം നല്ലതായിരുന്നെന്ന് ചോദിച്ചു. ഇത് ആ അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഉണ്ടോടി? ഒന്നുമില്ലല്ലോ. ആ തീർന്നല്ലേ? അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ വടിക്കുവാണോ? ആ അതാ പറഞ്ഞേ, ഇനി ഉണ്ടാക്കുമ്പോ തരാം. അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കഞ്ഞി കുടിച്ചില്ലല്ലോ, നീ കഞ്ഞി വേണം ചോദിച്ചിട്ട്. ഇനി ഉണ്ടാക്കുമ്പോ തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ഗ്ലാസ് ഉണ്ടാക്കിയതാ. ഇവിടെ ചായ കുടിക്കാനായിട്ട് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ഭയങ്കര ചൂടാണോ? റസ്ക് ഉണ്ടേ, റസ്ക്. നിങ്ങൾ തന്നെ അമ്മയോടെ പറയാതെ പോയ കല്യാണത്തിന് പോയപ്പോ? ഞങ്ങൾ പറഞ്ഞിട്ടാ പോയത്. ആണോ? എന്നിട്ട് നിങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ? വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് ഞങ്ങൾ അതിന് മുമ്പ് തുണി മാറുന്നതിന് മുമ്പ് പറഞ്ഞതാ. അതിന് ഇവര് നേരത്തെ വന്നില്ലേ വണ്ടിയായിട്ട്. ഞങ്ങള് വിവീനെ പകുതി ഇറങ്ങി ഒരുങ്ങിയുള്ളൂ, എല്ലാം ഇറങ്ങി ഓടുവായതേ. ചുമ്മാ അവിടെ പോയി നിന്നിട്ട് വെറുതെ. അതല്ലേ ചുമ്മാ ഓടുത്തിട്ട് വെച്ച് ഓടിപ്പോണ്ട കാര്യമുണ്ട്. കഴിക്കേ, ചായ കുടിച്ചോ. ആ അമ്മയാ, അമ്മയ്ക്കാ. ആര്? ഇവിടെ വേറെ ആരും വരാനൊന്നുമില്ല. അത് എലിക്കുട്ടിക്ക് വെച്ചിരിക്കുന്ന, അത് എലിക്കുട്ടി അമ്മയ്ക്ക് വെച്ചിരിക്കുന്നതാണേ. പല്ലുണ്ടോ ഇത് തിന്നാൻ? എനിക്ക് തിന്നാനില്ല. ഒരു ഇത് അമ്മയ്ക്കാ, വേറെ ആൾക്കാർ ഇത് അമ്മയ്ക്കാ. ആ ഞാൻ എടുത്തു വെച്ചത് എനിക്കറിയത്തില്ല ഇത് ആർക്കാന്ന്. ഇവിടെ ഇതും തിന്ന്. വേറെ ആൾക്കാർക്കൊക്കെ ഇവിടെ ഇറക്കി നോക്കി എത്ര കപ്പിനകത്ത് ചായ ഉണ്ട്. 5 പേർക്ക് ഇവിടെ ചായ വെച്ചിട്ടുണ്ട്. നമ്മൾ 5 പേരുണ്ട്. 1 2 3 4 5. നീ ഇവിടെ ഇരുന്നോ? വിടി. 1 2 3 2 മുറി വഴിയുണ്ട്. ഇനി 10 കൊണ്ടുവരണോ? 10 കൊണ്ടുവരണോ? എണ്ണത്തിനെ കൊണ്ടുവരണമെന്ന്. പത്രമല്ല, വേറെ കുറെ എണ്ണത്തിനെ കൊണ്ടുവന്ന് അവിടെ അലമ്പാവും വെറുതെ. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഉള്ളത് കൊണ്ട് ജീവിച്ചാ പോരെ. ആ അല്ല ഞാൻ എന്റെ വഴിക്ക് ഇറങ്ങിപ്പോ. അത് അമ്മയ്ക്ക് തിന്നാൻ. എനിക്ക് വേണ്ട. അങ്ങനെയാ? മധുരയില്ല. ആ അത് വലിയ പാടായിരിക്കും. മധുരം ഉണ്ടല്ലേ ഇതിനുള്ളൂ, മധുരം വേണം, അത് മസ്റ്റാ. കല്യാണത്തിന് പോയിട്ടേ ഇന്നത്തെ ദിവസം പോയെന്ന്. ഞാനും വിവീനായി. വെയിലെന്ന് പറഞ്ഞാലോ മാന്നാനത്തായിരുന്നു.
ആഹാ. അയ്യോ എന്തൊരു വെയിലായിരുന്നു, ചൂട്. കഴിഞ്ഞ വന്നപ്പോൾ നേരം കുറേ ആകും. 2 മണിയായി ഇവിടെ വന്നതാ. 2 മണിയായപ്പോ വന്നതാ. ഇനി ഓരോരോ പണികളായിരുന്നു. ഒന്നും മയങ്ങാൻ സമയം കിട്ടിയില്ല, അങ്ങനെയാ ഒന്നും മയങ്ങാൻ പറ്റിയില്ല. ക്ഷീണ. ചായ കുടിക്കാൻ പറ്റില്ല. ഇവിടെ കൂടെ എനിക്ക് വേണമെന്ന് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അമ്മ തിന്നോ? ഞാൻ തിന്ന്. ഇതാരാമിത്? ഈ പെങ്കൊച്ചേത് അമ്മ അറിയോ? ഞങ്ങളുടെ ആ, ഞങ്ങളുടെ ആൾക്കാരാ. സോറി, ഞങ്ങളുടെ ആൾക്കാരല്ലേ? ഞങ്ങളുടെ ആൾക്കാരല്ലേ? ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞ പേരറിയാവോ അമ്മയ്ക്ക്? നമ്മൾ ബന്ധം സ്വന്തമല്ലേ. അമ്മയുടെ കൊച്ചുമോളല്ലേ? അമ്മയുടെ മകന്റെ മകള്. എന്നാ പേര്? അവരുടെ പേരെന്നാ? ബീരായി. നിന്റെ ഒരു യോഗവാടി. നിന്നെ മാത്രം വിവീന 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 ഈ അറിയുന്നത്. ബീനായ വിവീന എന്നാ? ഞാനേ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളൂ. അമ്മ ഇന്ന് കുറെ കാര്യം ഇന്ന് വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞേ. എന്നാന്നറിയോ, ഇവരുമായിട്ട് ഇത്ര അടുപ്പം എങ്ങനെ വിവീന വന്നപ്പോ അമ്മ പറയാം, ഇവിടെ അമ്മയുടെ പുറകേന്ന് മാറിയല്ലായിരുന്നു. അമ്മയുടെ തുണിയില്ലേ, അതൊക്കെ വലിച്ചിട്ട രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞതായിരിക്കും, പക്ഷെ ഞാനിപ്പോ അതൊന്നും ഓർക്കുന്നില്ല. അപ്പൊ ഇവള് പറയുവാണ്, വിവാൻ ഉണ്ടായപ്പോഴത്തേക്കും പപ്പായും മമ്മിയും കൂടെ എന്നെ പുറത്താക്കിയത്. ഞാൻ അമ്മച്ചിയുടെ അടുത്തായിരുന്നു. ഇവള് കൂടുതലും കുഞ്ഞിലെ അമ്മയ്ക്ക് ഇവളെ കിടക്കണ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവളെ കൂടെ കൊണ്ട് കിടത്തുന്നത്. പക്ഷെ ഇവളെ ഉരുണ്ടും പറഞ്ഞും തിരിഞ്ഞും ഭയങ്കര ഉറക്കലായിരുന്നു. ഉറക്കത്തിലായിരുന്നു. ഞാൻ അവളെ കുഞ്ഞിലെ നോക്കുന്നതാണ്. ആ, കുഞ്ഞിലെ മുതലേ നോക്കിയിട്ട് നമ്മുടെ കൂടെ അല്ലേ കിടന്നോണ്ടിരുന്നത്. നമുക്ക് ഇവിളി ഒന്നുമില്ല, അമ്മ ഉറങ്ങിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം. ഇവിടെയെങ്കിലും പറഞ്ഞ് വേറെ മാറിക്കിടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറിയിലുണ്ട്. മോട്ടർ നിറഞ്ഞു. ടാങ്ക് നിറഞ്ഞു. വെള്ളം ഇനി സൂക്ഷിച്ച് ഉപയോഗിക്കണം, നിറച്ച് കളയല്ലേ. വേനൽ മൂത്തോണ്ടിരിക്കുക, വെള്ളം കൊട്ടാൻ പാടാ. വെള്ളം പോയോ? നിറഞ്ഞു ടാങ്ക് നിറഞ്ഞു വെള്ളം ഒഴുകി. അതാ ഓടിയത്. കൂടി ഉണ്ടായി. ചായ കുടിച്ചാ കല്ലേമേ? ഞാൻ കുടിക്കാത്ത ഞാനൊന്നുമില്ല. വെള്ളം. കുടിവെള്ളം അല്ല, ജ്യൂസ് വെള്ളം. വിവീനയുടെ ജ്യൂസ്. അമ്മയ്ക്ക് തന്നായിരുന്നല്ലോ, നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നേരത്തെ ഇവരൊക്കെ എങ്ങനെയൊക്കെ ഓർത്ത്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ വീട്ടിൽ നിക്കാൻ പോയാണ് ഞാനും ഇവിളെയും കുട്ടി. അന്നപ്പോഴത്തേക്കുണ്ടല്ലോ രോമോ കൂട്ടാൻ വരുമല്ലോ. വരണ ആ സമയമാകുമ്പോ വിവീന് പഴയ കിടക്കണ അരി, ചെറിയ കത്തികള്, അങ്ങനെ കുറെ സാധനങ്ങളെല്ലാം ശേഖരിച്ചൊരു കൂടിനകത്ത് ഇട്ട് വെച്ചേക്കൂന്ന്. എന്നിട്ട് പോകുമ്പോ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ഞാൻ ഇതൊന്നും ഓർക്കുന്നില്ല, അവരതൊക്കെ ഇരുന്ന് പറയുക. എനിക്ക് ആകെ ഒരു കാര്യം ഓർമ്മയുണ്ട്. മറ്റേ അവിടുത്തെ കിച്ചണിലെ സ്പൂണെല്ലാം അതാ പറഞ്ഞത്. അതെനിക്ക് നല്ല ഓർമ്മ. ഇപ്പൊ കിണറ്റിൽ ഇപ്പോഴും കിടപ്പുള്ളത് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനെന്നും കുളിപ്പിക്കാൻ കൊണ്ടുവെക്കുന്ന വെള്ളം മുഴുവൻ ഞാൻ കാര്യം കൊണ്ട് തട്ടിക്കളയണം. അമ്മ പറഞ്ഞു. ഞാനും അമ്മയോട് അതിന് വേണ്ടി എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു. അത് പറയില്ലായിരുന്നു. കുടിക്കേ മോള് എന്നെ വിളിച്ചോ? മീനല്ല, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനോട് പറഞ്ഞേ മോള്. എന്നെ പണ്ട് എങ്ങനെയാ കുഞ്ഞില്? ചെലവേറൊന്നും ഇല്ലായിരുന്നു. അവള് പ്രായം ചെന്നില്ലല്ലോ. ഓ, ഞാൻ പ്രായം ചെന്നല്ലേ? പിന്നെ നീ പ്രായം ചെന്നു. അയ്യോ, അപ്പൊ അമ്മയോ? ഞാൻ പ്രായം ചെന്നു. ചെന്നോ? ഉറപ്പാണോ? 30 വയസ്സാണോ? എത്രയെങ്കിലും ആകട്ടെ, പ്രായം ചെന്ന്. അത് ഓരോ ദിവസവും ഓരോ വർഷവും ഒക്കെ അങ്ങനെയാ ചെയ്തത്. പ്രായം അങ്ങ് ചെല്ലുക, കൂടുക. അല്ലാതെ അത് ഇത്രയാതൊന്നും എല്ലാം അവിടെ കുറിച്ച് വെച്ചോണ്ടിരിക്കില്ല. കുറിച്ച് വെക്കണം. പിന്നെ പ്രായം ഒരു വർഷം ചെല്ലുന്നത് ഇത്ര ആയി, 21 22 അങ്ങനെ ഓരോന്ന് കൂടി ഇരിക്കുമല്ലേ. ഇന്ന് എലിക്കുട്ടിക്ക് വേറൊരു കൊച്ചുമോളെ കണ്ടപ്പോ എന്നെ കാണത്തില്ലല്ലോ. ദേഷ്യം. അത് ഇന്നിപ്പൊ തന്നെ എന്നോട് ദേഷ്യം കാണിച്ചല്ലോ. എന്നാത്തിന് എന്തോ പറഞ്ഞപ്പോ തന്നെ ദേഷ്യായി. എന്നാ പറഞ്ഞ? ഞാനെന്നാ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് പേടിയാ. വായുവല്ല എല്ലാം പറഞ്ഞത്. കോതയ്ക്ക് പാട്ട്
അത് പണ്ടത്തെ പഴക്കത്തിൽ പറയാൻ പോലെ വായു വരെയെല്ലാം കോതയ്ക്ക് അത് അമ്മ പറയുന്ന ഡയലോഗ് അവിടെ ഞാൻ പറഞ്ഞു കാണാപ്പാടാ. കൊറേ ഉണ്ടല്ലോ അതുപോലെ കരിയുടെ എന്താ കറിവേപ്പിലയുടെ വിലയില്ല, പിന്നെ വേറെ കറിവേപ്പിലയുടെ വിലയില്ലെന്ന് തന്നെ പറയായിരുന്നു. ഇത് വേറെ എന്തോ ഉണ്ടല്ലോ ഏതാണ്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോ അതല്ല, എനിക്ക് മറവി രോഗമായെന്ന് എനിക്ക് തോന്നുന്നു. മതിയാ ഇത് തിന്നെ മുക്കി മുക്കി, ഇത് മുക്കി മുക്കി തിന്നെ. ഇതും തിന്നെ ചോറുണ്ടല്ലോ ഒന്ന് കഞ്ഞി കുടിച്ചില്ലല്ലോ മുക്കി തിന്നെ. ഇനി അത് മതി എന്നാ ഇത് മുക്കി തിന്നെ. മതി തിന്നെ അങ്ങോട്ട് പോകാനുള്ളതാ. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചില്ലല്ലോ വീട്ടിൽ വീട്ടിൽ പോകുന്നതിനാ നമുക്ക് തിന്നിട്ട് വേണ്ടേ പോകാൻ. അതൊന്നുമില്ല. തിന്നാതെ അവിടെ വല്ലവരും ഉണ്ടാക്കി വെച്ചു. അടുത്ത നേരത്തേക്ക് കഴിക്കാനല്ലേ തരുള്ളൂ. ഈ നേരം നമ്മൾ കഴിച്ചിട്ട് വേണ്ടേ പോകാൻ. അവിടെ ചെന്ന ഉടനെ എടുത്തോളാൻ പറയാൻ പറ്റുമോ? മോശമല്ലേ? എന്നാ ചെന്ന് കഴിയുമ്പോഴേ ഇങ്ങോട്ട് തിന്നാനുള്ളതൊക്കെ എടുത്ത് വെക്കണീന്ന് പറയാൻ പറ്റുമോ? പിള്ളേരോടോ? പിള്ളേരോടായാലും വലിയവരോടായാലും ആരോടായാലും അവരുടെ ആവശ്യത്തിനുള്ള എടുത്ത് കൊടുക്കും. അവരെടുത്ത് കഴിച്ചോളും. ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ തിന്നിട്ട് വേണം പോവാൻ. അടുത്ത നേരത്തേക്ക് ചെന്നിട്ട് തിന്നാൻ അവിടെ മേടിക്കാം. അതല്ലേ ശരി? അതൊക്കെ ഉറക്കത്തിന്റെ സമയമാകുമ്പോൾ കിടക്കും. ഇല്ലല്ല വിവിനായോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുമേ. വിവിനായോടെ ഞാൻ 2 ദിവസം ഇവിടെ എന്തെങ്കിലും vacation ജോലിയൊക്കെ ആഘോഷിക്കാൻ ചെയ്യാൻ പറ. എന്നാലും ജോലി എന്നെ സഹായിക്കാൻ പറ. നിന്റെ എല്ലാ കൊണ്ടുപോകാൻ വല്ല കഞ്ഞിയും കറി വെക്കാനോ, വിത്ത് അടിച്ചു തരാനോ, പാത്രം തേച്ച് കഴുകി തരാനോ ഒക്കെ പറയണം. അതൊക്കെ അവര് ചെയ്തോളും. ആരിവളോ? ഇല്ല കുറച്ച ചെയ്യും. അതെ, ഇവരെ കെട്ടിച്ചു വിടുമ്പോ വല്ല അമ്മായിമ്മമാരും പറയുമ്പോ അമ്മ കേട്ടോണം കേട്ടോ. അല്ലെ ആ കെട്ടിയോൻ പറയുമ്പോ കെട്ടിയ കാലാക്കി വെച്ച് കൊടുക്കേണ്ടി വരും. ശരിയാണോ അമ്മേ? ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് കെട്ടിയന്മാരാ വെച്ച് കൊടുക്കണത് അല്ലേ? ഇങ്ങനെയാണോ? ആണോ എലിക്കുട്ടിയമ്മേ? അവരൊക്കെ ആയിരിക്കും ഇവിടെ ആരും തിരക്കാൻ പറയും. അവരൊക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്തോട്ടെ, നമുക്കിതൊന്നും നിരക്കണ്ടെന്നാ പറഞ്ഞു. ഇവിടെ ഒന്നും പറയാനില്ലേ? അമ്മ 2 വഴക്കെങ്കിലും ഒന്ന് പറയണ്ടേ വരുമ്പം? ആരോട്? എന്നാ ആരോട്? എന്നാ പറയാ? എന്തെങ്കിലുമൊക്കെ ഒന്ന് വഴക്ക് പറയണേ. ആരോട്? ഈ പെണ്ണിനോട്. അവളെ ഞാൻ കാണിച്ചു. അയ്യോ, അവളെന്നാ കാണിച്ചു? അവള് കാണിക്കുന്നത് മുഴുവൻ തെറ്റാ. അത് ഓരോരുത്തരും തോന്നതല്ലേ. അതെ കണ്ടോ അതെ നമുക്ക് തോന്നിയേക്കുവാ. അമ്മച്ചിയുടെ ചെയ്യാൻ നിങ്ങളെയൊക്കെ ഉണ്ട്, ആർക്കും മയക്കില്ല. നീ എന്നാടി കൊടുത്ത് മയക്കിയത്? മയക്കിയൊന്നുമല്ല, നിങ്ങളൊക്കെ എന്നെ അന്ന് ഇട്ടിട്ട് പോയതല്ലേ. അപ്പൊ കണ്ടോ, ഇട്ടിട്ട് പോയതാന്ന്. എന്തൊക്കെയാ പറയുന്നേ? വിമാന പ്രസവത്തിന് പോയതാട്ടോ, ഇട്ടിട്ട് പോയത്. എന്നിട്ട് മാനുണ്ടായപ്പോ മകനെ അല്ലല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുന്നു. എടി കുഞ്ഞു സാധനത്തിന് അതിനെയാണോ നോക്കട്ടെ? നീ 2.5 വയസ്സുള്ള നിന്നെയാണോ നോക്കട്ടെ കൂടുതൽ? 2 വർഷം കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും അവരുടെ കൂടെ ഒരുമിച്ച് കിടന്നു. ഞാനപ്പൊ നിനക്ക് ഇതൊക്കെ വരുമ്പോ ഞാൻ നിന്നോട് ചോദിക്കും കേട്ടോ. കെട്ടുമ്പോഴല്ലേ പറയാം. അങ്ങനെയൊക്കെ അടി എല്ലാരും കൂടി ഒരുമിച്ച് കിടക്കാൻ കട്ടില് വലിപ്പമുണ്ടോ? അല്ല കിടക്കാൻ ഇപ്പൊ 3-4 പേർക്ക് കിടക്കാൻ കട്ടില്ല. 2 പേർക്ക് ഞെരുക്കി കിടക്കാനുള്ള കട്ടില്ല. എന്നാണ് ശരിയാ. വിവാൻ ഉണ്ടായപ്പോ എന്നെ ഉപേക്ഷിച്ചെന്നു. അതുപോലെ മകനെ എന്നെ ഒരു കുറച്ചു നാൾ പഠിപ്പിച്ചേച്ച് എന്നെ ഉപേക്ഷിച്ചെന്ന്. പിന്നെ മകനെ അങ്ങോട്ട് മൊത്തം അങ്ങ് പഠിപ്പീരായി. എന്തൊക്കെയാമേ പറയുന്ന ഇവള്. ഈ പെണ്ണ് ഒന്നും മൈൻഡ് ചെയ്തില്ല. വേറെ വല്ലവരെയായിരുന്നു ഇപ്പൊ ജോമാന്റെ വല്ല പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പക്ഷം പിടിച്ച് കൂടിയാനെ. ഇനി ഒന്ന് ചോദിച്ചു അപ്പാനെ പറ്റി എന്തെങ്കിലും ഇപ്പൊ പറയാൻ വെടിക്കെട്ട് ഇതെന്തിനാ അമ്മ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നത്? ഇത് എനിക്കറിയത്തില്ല. അമ്മയെ ചോദിക്കാൻ മേലായിരുന്നോ എന്തിനാ വന്നിങ്ങനെ? ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ട് ദേഷ്യമായിരുന്നു. അന്നേരം ചോദിക്കാൻ മേലായിരുന്നോ എന്താ ചോദിക്കാൻ? എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നേന്ന്? അവരോട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും. കണ്ടോണ്ട് ഇന്നിപ്പോ എല്ലാവരും നേരം എന്നെയാണല്ലോ ബഹളം. അമ്മേനെ അവളോട് പറയുന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് സംഭവം. മതിയായി, അതുകൊണ്ടാണ് ഇപ്പം മുറിയല്ലാത്തത്. ഒരു മതിയായി. അതാ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതെല്ലാവർക്കും അങ്ങനെയാ. വിശന്നിരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കഞ്ഞി കിട്ടിയാലും ഇപ്പൊ ഇച്ചിരി കഞ്ഞി കിട്ടിയാലും രുചിയുണ്ട്. ഇവളെ വിളിച്ചുണ്ടോ? ഇവളെ വിളിച്ചുണ്ടോ? ഇവളെ വിളിച്ചുണ്ടോ? അവിടെ കാര്യ പറഞ്ഞ നിന്നോട് പറയണ പോയി കിടക്കടി.
പോയി കിടക്കടി. കിടക്കടി. നീ നേരത്തെ പറഞ്ഞല്ലേ അവള് സമയം കിടന്നോളൂ. ചായ എടുത്ത് കുടി. എനിക്ക് ചായ വേണ്ട. ഫോൺ വിറയൽ. ഇവാന്റെ രസം, ഇവാന്റെ എല്ലാ അൽബത്തെ പക്ഷെ ഇപ്പോഴും ആളങ്ങ് മാറുകയും ചെയ്യും. ആ അല്ല പഴയ വീഡിയോ എടുത്ത് എല്ലാരും കാണിക്കുന്നുണ്ട്. കാണിക്കുന്നു. നിക്കറടിയല്ലായിരുന്നല്ലോ അല്ലേ കുഴപ്പം. ഇവാൻ എന്നാ സാധനമായിരുന്നു. മാമോദീസയ്ക്ക് മൊത്തം കരഞ്ഞിരിക്കല്ല. ഫോണങ്ങ് കൊടുക്കും കരച്ചിൽ പെട്ടെന്നൊക്കെ നിൽക്കും. ഫോണിങ് വായിക്കുമ്പോ അതുപോലെ വിറയ്ക്കാൻ തുടങ്ങും. ചുമന്നിരിക്കുവായിരുന്നു കരഞ്ഞ് രണ്ട് കണ്ണീന്ന് കണ്ണുനീരിങ്ങ. ഏതൊരു പിങ്ക് ഡ്രസ്സ് എങ്ങാണ്ട് കേട്ടോ, അതുകൊണ്ട് ചുമന്നിരിക്കുക കരഞ്ഞു കഴിയുമ്പോ. കഴിഞ്ഞോ ചായ കുടിച്ചു കഴിഞ്ഞോ? അതുകൊണ്ട് കപ്പിനകത്തുണ്ട്. ഇടിയുണ്ട്. അത് കുടിക്കേ. ഇച്ചിരി കൂടെ കുടിച്ചോ.